ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തനത്തിലേക്ക് നിങ്ങളേവരെയും ഈശോയുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉയർപ്പുകാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന്. ഉയർപ്പ് കാലഘട്ടത്തിൽ നമുക്കറിയാം ഈശോയുടെ ഉത്ഥാനത്തെയും ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് സംജാതമായ നിത്യജീവനെയും കുറിച്ചാണല്ലോ നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെയും നമ്മൾ വിചിന്തനം നടത്തുന്നത്. ഉയർപ്പുകാലം മൂന്നാം ഞായറായി ഇന്ന് പരിശുദ്ധ സഭാമാതാവ് നമുക്ക് ധ്യാന വിഷയമായിട്ട് തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ സഭയുടെ അജപാലകനായിട്ട് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പത്രോസിനെ ഈശോ അജപാലകനായിട്ട് അവരോധിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ അജപാലകരെ നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിലൊക്കെയും നമുക്ക് ഹൃദയത്തിനിണങ്ങിയ ദൈവത്തിന് ഇഷ്ടപ്പെട്ട അജപാലകരെ നൽകി നമ്മളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചുകൊണ്ടും ഇരിക്കും. അജപാലകരിലൂടെ സഭയിലൂടെ നൽകുന്ന ദൈവത്തിൻ്റെ അപരിമേയമായ ദാനത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ചിന്ത നൽകുന്ന വായനകളൊക്കെ തന്നെയാണ് ഇന്നത്തെ 4 വായനകളിലും നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 3 അധ്യായത്തിൽ നിന്നുള്ളതാണ്. അതിൽ നമ്മൾ വായിക്കുന്നു, ആട്ടിടയനായിരുന്ന മൂശയെ ദൈവം ഒരു ഇടയനായിട്ട്, ഇസ്രായേൽ ജനത്തിന്റെ ഇടയനായിട്ട് മാറ്റി ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് വിശുദ്ധീകരിച്ച് മാറ്റുകയാണ്. രണ്ടാമത്തെ വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ കാണുന്നു, ദാവീദിനെ ഈശോ മാറ്റി നിർത്തി രാജാവാക്കുന്നു, വിശുദ്ധീകരിച്ച് ആ ജനത്തെ നയിക്കുവാനായിട്ട് ഒരു അജപാലകനായിട്ട് മാറ്റുന്നു. വീണ്ടും നമ്മളെ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 7 അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങൾക്കനുസരിച്ച് കൃപകളും കൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. വിവിധ തരങ്ങളായ ദാനങ്ങൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതോടൊപ്പം അതിന് ചേരുന്ന കൃപകളും നൽകി നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങളൊക്കെയും അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയും ദൈവരാജ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് കൃപകളും ദാനങ്ങളും കൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അജപാലകടുത്ത ഒരു ഒരുക്കത്തോടുകൂടി നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലും സഭാഗാത്രത്തിലും ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം കൃപകളും ദാനങ്ങളും നൽകിയതെന്ന് ഇന്നത്തെ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പത്രോസിനെ തൻ്റെ അജപാലകനായിട്ട് ഈശോയുടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടി, ഉദ്ധാനത്തിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് സഭയെ നയിക്കുന്നതിന് വേണ്ടി അജപാലകനായിട്ട് പത്രോസിനെ ഈശോ മാറ്റി നിർത്തി അവനെ ഒരു നേതാവായിട്ട്, അജപാലകനായിട്ട് സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവരാണ് ഇന്നത്തെ നമ്മുടെ മാർപ്പാപ്പയും മെത്രാന്മാരും നമ്മുടെ വൈദികരും അതോടൊപ്പം സമർപ്പിതരും എല്ലാം. ഇവര് മാത്രമല്ല, അൽമായരായ നമ്മൾക്കും ഒരു ഇടയ ദൗത്യമുണ്ട്. അത് കുടുംബനാഥൻ കുടുംബത്തില് താനായിരിക്കുന്ന സമൂഹത്തിൽ, താനായിരിക്കുന്ന കുടുംബത്തില് മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ജീവിതമയം ചെയ്യുമ്പോൾ ഒരു ഇടയധർമ്മം നിർവഹിക്കുകയാണ്. ആ ഇടയധർമ്മം ഓരോ കുടുംബനാഥനും നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭാര്യയും ഒരു കുടുംബത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി ജീവിച്ച്, മക്കൾക്ക് വേണ്ടി ജീവിച്ച്, സഹനങ്ങൾ ഏറ്റെടുത്ത് ആ കുടുംബത്തെ നയിക്കേണ്ട ഒരു ഇടയ ദൗത്യവും ഭാര്യയിലും നിക്ഷിപ്തമാണ്. മക്കളും അതുപോലെ തന്നെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിത ദൗത്യങ്ങൾക്കൊപ്പം മാതാപിതാക്കളെ നോക്കുവാനും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ പരിപാലിക്കുവാനുമുള്ള ഒരു ഇടയ ദൗത്യമുണ്ട്. അപ്പോൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്നതാണ് നമുക്കുള്ള ഇടയ ദൗത്യം. അതൊരിക്കലും നമ്മൾ മറക്കാതിരിക്കുവാനായിട്ട് ഈ വിശുദ്ധ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് നൽകിയിരിക്കുന്ന അജപാലകരോട് ചേർന്നൊരു സഭാത്മക ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അവരോട് മറുതലിക്കുന്നവരാകരുത്. അവർക്ക് ഇടയന്മാർക്ക് ഇടയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സഭാമക്കളാകരുത് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അജപാലകർക്കെതിരെ മറുതലിക്കുകയും സഭയ്ക്കെതിരെ പിറുപിറുക്കുകയും സഭയ്ക്കെതിരെ യുദ്ധത്തിന് പോലും ആഹ്വാനം ചെയ്യുന്ന ധാരാളം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ആത്മാരുള്ള ഒരു സമൂഹം
സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. ഇടയരോട് ചേർന്ന് നമുക്ക് നൽകിയിരിക്കുന്ന മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ചേർന്ന് ഒരു സഭാത്മക ജീവിതം നയിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നൽകുന്ന മറ്റൊരു ചിന്ത, നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും പലപ്പോഴും നമുക്ക് വളരെ വിഷമസന്ധിയിലും വിശ്വാസത്തിൽ വലിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടായെന്ന് വരാം. എന്നാൽ അതിനെയെല്ലാം മാറ്റുവാൻ ഉദ്ധിതനായ ഈശോ നമ്മോടൊപ്പമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിന് ഈശോ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിനക്ക് ഒരു ഇടർച്ച വന്നേക്കാം, നീ അല്പം സൂക്ഷിക്കണം. എന്നാൽ പത്രോസ് അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയിൽ 3 തവണ ഈശോയെ അവന് തള്ളിപ്പറയേണ്ടി വന്നു. എന്നാൽ ഓർക്കുക, അവൻ വിശ്വാസത്തോടെ കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ജീവനുള്ള നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുന്നത് വഴി, അവന്റെ വിശ്വാസം അവൻ അപരിമയമായിട്ട് പ്രകടിപ്പിച്ചത് വഴി ദൈവം അവനെ എടുത്തുയർത്തി അജപാലകനാക്കി മാറ്റി, മാർപ്പാപ്പയാക്കി മാറ്റി, ഒരു വലിയ ദൗത്യം അവനെ ഏൽപ്പിച്ചു. പലപ്പോഴും നമ്മുടെ ഈ എളിയ ജീവിതത്തില്, ജീവിത സാഹചര്യത്തില് വിശ്വാസത്തിന് കുറച്ചിൽ വന്നേക്കാം, നമുക്ക് ഇടർച്ചകൾ വന്നേക്കാം. നമ്മളതിൽ നഷ്ടധൈര്യരാകേണ്ട ആവശ്യമില്ല. ഉദ്ധിതനായ ഈശോ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, പത്രോസിനെ പോലെ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് അവനെ ഏറ്റുപറയുവാനും ആ വിശ്വാസത്തിൽ ജീവിക്കുവാനും വലിയ ധൈര്യത്തോടുകൂടി അവനെ പിൻചൊല്ലുവാനുമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും കർത്താവ് എടുത്തുയർത്തി വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് സാധ്യമാക്കി തരും. പ്രിയമുള്ളവരെ, ഈ ചിന്തകളൊക്കെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോ ഉത്തിതൻ നൽകുന്ന ഈ വലിയ ദൗത്യങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുള്ള അജപാലന ദൗത്യം നമുക്ക് നിർവഹിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇടയന്മാരോട് ചേർന്ന് ഒരു സഭാത്മക ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം കർത്താവിനെ ഏറ്റുപറയുന്നവരായിട്ട് വലിയ സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടു കൂടി അവനെ പിൻചൊല്ലുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളെയും അവനെ എടുത്തുയർത്തും, വലിയ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നൽകും, വിശുദ്ധീകൃതമായ ഒരു ജീവിതം തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കും. അതിനുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നോക്കുവാനായിട്ട്, നമ്മളെ നയിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജപാലകരെ, കർത്താവ് തന്നിരിക്കുന്ന അജപാലകരെ സംരക്ഷിക്കുവാനും അവർക്ക് എന്നും ഉത്തരോത്തരം നല്ല നന്മകൾ നൽകി വിശ്വാസത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് സഭയെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിന് വലിയ കൃപകൾ നൽകി നമ്മുടെ ഇടയന്മാരെ, മാർപ്പാപ്പയെ, മെത്രാന്മാരെ, വൈദികരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.